ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്തിൻ്റെ വലുപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ രാജ്യത്തിന് തെക്ക് വടക്കായി 262.5 മൈലും കിഴക്ക് പടിഞ്ഞാറായി 71.9 മൈലും മാത്രമേ വലുപ്പം ഉള്ളൂ. ഇത് ഞാൻ കിലോമീറ്ററിൽ പറഞ്ഞാൽ തെക്ക് വടക്കായി 420 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറായി 115 കിലോമീറ്റർ മാത്രമേ വലിപ്പം ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇസ്രായേൽ രാജ്യത്തിന് 9 മൈൽ അല്ലെങ്കിൽ 14.5 കിലോമീറ്റർ മാത്രമേ വീതി ഉള്ളൂ. ഇസ്രായേലിൻ്റെ തെക്കേ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വീതി കുറച്ചുകൂടെ കുറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അഗ്രഭാഗത്തേക്ക് ഒരു മുനമ്പ് പോലെയുള്ള ഭാഗത്തേക്ക് വരുമ്പോഴാണ് വീതി അങ്ങനെ കുറയുന്നത്. ഇതിൻ്റെ വലിപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ 8630 ചതുരശ്ര മൈൽ മാത്രമേ ഉള്ളൂ. കിലോമീറ്ററിൽ പറഞ്ഞാൽ 27,145 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ അതിന് വിസ്തീർണം ഉള്ളൂ. ഈ ചെറിയ രാജ്യത്തെ 1948 ആരംഭം മുതൽ ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ രൂപീകരണത്തെ എതിർക്കുകയും അതിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന വംശത്തെ ആ ദേശത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നും അത് അറബ് ദേശമാക്കി മാറ്റണമെന്നും പലസ്തീൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നുമാണ് അവരുടെ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ലക്ഷ്യം. ഇപ്പോൾ 2020 ആയപ്പോഴേക്കും അതിന് വ്യത്യാസങ്ങൾ വന്നു എന്നാണ് നമ്മൾ ഈ സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിനിയും ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് 1948 മുതൽ അതിൻ്റെ രൂപീകരണത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചുകൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. 1946 മെയ് 25 ട്രാൻസ് യോർദാൻ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ നിന്നും മാറി. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ട്രാൻസ് യോർദാൻ രൂപീകരിച്ചത് ബ്രിട്ടനാണ്. അവർ രൂപീകരിച്ചതിന് ശേഷം ബ്രിട്ടൻ്റെ സൈനിക സാന്നിധ്യവും നിയന്ത്രണവും ട്രാൻസ് യോർദാനിലുണ്ടായിരുന്നു. എന്നാൽ 1946 മെയ് മാസം 25 ബ്രിട്ടൻ പരിപൂർണമായ സ്വാതന്ത്ര്യം ട്രാൻസ് ജോർദാന് കൊടുത്തു. അവരുടെ സൈന്യത്തെ പിൻവലിച്ചു. എല്ലാ സ്വാതന്ത്ര്യവും ട്രാൻസ് ജോർദാന് നൽകി. അങ്ങനെ അതൊരു പൂർണ്ണമായ സ്വതന്ത്രമായ രാജ്യമായി മാറി. 1948 ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പലസ്തീൻ്റെ പേരുള്ള നിയന്ത്രണവും പിൻവലിച്ചു. അവരുടെ സൈന്യത്തെ അവർ പിൻവലിച്ചു. ബ്രിട്ടീഷുകാരുടെ എല്ലാ നിയന്ത്രണവും പലസ്തീൻ പ്രദേശത്തു നിന്നും ഇല്ലാതെയായി മാറി. ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടു പോയപ്പോൾ അറബ് സൈന്യം പലസ്തീൻ പ്രദേശത്തേക്ക് കടന്നു വരിക മാത്രമല്ല, അവർ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഒന്നാമത്തെ അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് വിളിക്കുന്നത്. 1948 മെയ് മാസം 15 അതായത് 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായി ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. തൊട്ട് അടുത്ത ദിവസം 1948 മെയ് മാസം 15 ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം ഈജിപ്റ്റ്, ട്രാൻസ് യോർദാൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. ഈ ചെറിയ രാജ്യത്തെ ഈ വലിയ രാജ്യങ്ങൾ ഇത്രയും കൂടെ ചേർന്ന് ഈജിപ്റ്റ്, ട്രാൻസ് യോർദാൻ, സിറിയ, ഇറാഖ് എന്ന് പറയുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചു. ഈ യുദ്ധത്തിലെ യോർദാൻ പട്ടാളക്കാർക്ക് യുദ്ധത്തിനായിട്ടുള്ള പരിശീലനം നൽകിയത് ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്ന് പറഞ്ഞാൽ നേരത്തെ ട്രാൻസ് യോർദാനിൽ ബ്രിട്ടീഷ് സൈന്യമുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് സൈന്യമാണ് ട്രാൻസ് യോർദാനിലെ പട്ടാളക്കാർക്ക് യുദ്ധത്തിനായിട്ടുള്ള പരിശീലനം നൽകിയത്. അത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല അവരൊരു പക്ഷെങ്കിൽ പരിശീലനം നൽകിയത്. എന്നാൽ ട്രാൻസ് യോർദാൻ ആദ്യമായി നടത്തിയ യുദ്ധം ഇസ്രായേലിന് എതിരായിട്ട് ആയിരുന്നു. ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ചരിത്ര സത്യമാണ്. 1948 മെയ് മാസം 15 മുതൽ 1949 മാർച്ച് മാസം 10 വരെ 9 മാസവും 3 ആഴ്ചയും 2 ദിവസങ്ങളിലും ഈ യുദ്ധം നീണ്ടുനിന്നു. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ഇസ്രായേലിന് തന്നെ വിജയമുണ്ടായി. അതൊരു അത്ഭുതകരമായ വിഷയമാണ്. കാരണം അവർ രാജ്യം രൂപീകരിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ തുടങ്ങിയ യുദ്ധമാണ്
ആ യുദ്ധത്തിൽ അതിനേക്കാൾ മുമ്പേ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ സൈന്യ പരിശീലനം ഉണ്ടായിരുന്ന രാജ്യങ്ങളെയാണ് അവർ തോൽപ്പിച്ചത്. ഈ യുദ്ധത്തിൽ യോർദാൻ വെസ്റ്റ് ബാങ്ക് പ്രദേശം പിടിച്ചെടുത്തു. ഈജിപ്റ്റ് ഗാസ പ്രദേശവും പിടിച്ചടക്കി. അതിനുശേഷം യോർദാനാണ് ഇപ്പോഴത്തെ വെസ്റ്റ് ബാങ്കിന് വെസ്റ്റ് ബാങ്ക് എന്നുള്ള പേര് കൊടുക്കുന്നത്. അപ്പോൾ 1948 യുദ്ധത്തിൽ യോർദാൻ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തതിന് ശേഷം അവർ കൊടുത്ത പേരാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പേര്. അതിന് കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് അവരുടെ രാജ്യത്ത് മറ്റൊരു സ്ഥലമുണ്ടായിരുന്നു, തന്നെ ഈസ്റ്റ് ബാങ്ക് എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. 1949 ഏപ്രിൽ 3 ഇസ്രായേൽ യോർദാൻ യുദ്ധ കരാർ ഉണ്ടായി. ആ യുദ്ധ കരാർ അനുസരിച്ച് ഇസ്രായേലിൻ്റെയും അവരുടെ അയൽ രാജ്യങ്ങളുടെയും അതിർത്തി നിശ്ചയിക്കപ്പെട്ടു. പിന്നീട് അബ്ദുള്ള രാജാവ് ട്രാൻസ് യോർദാൻ എന്നുള്ള പേര് മാറ്റി യോർദാൻ എന്നുള്ള പേര് സ്വീകരിച്ചു. അങ്ങനെ ട്രാൻസ് യോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴത്തെ യോർദാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് മാറി. 1950 ജൂണിൽ വെസ്റ്റ് ബാങ്കിനെ യോർദാൻ അവരുടെ രാജ്യത്തോടെ ഔദ്യോഗികമായി കൂട്ടിച്ചേർത്തു. ഔദ്യോഗികമായി അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ഈ കൂട്ടിച്ചേർക്കലിനെ ബ്രിട്ടീഷുകാർ അനുകൂലിച്ചു, പാകിസ്ഥാൻകാരും അനുകൂലിച്ചു, മറ്റ് രാജ്യക്കാരൊന്നും അനുകൂലിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഒരു നയത്തിൻ്റെ പ്രത്യേകത നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 1950 മുതൽ 1967 വരെ വെസ്റ്റ് ബാങ്ക് പ്രദേശം യോർദാൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആയിരുന്നു. എന്നാൽ ഈ ക്രമീകരണം അധികം നാളുകൾ നീണ്ടു നിന്നില്ല. അറബ് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിൽ വലിയ മത്സരമുണ്ടായി. അബ്ദുള്ളയ്ക്ക്, അത് യോർദാൻ രാജാവായ അബ്ദുള്ളയ്ക്ക് ഈജിപ്തുമായും സൗദി അറേബ്യയുമായും നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള ഇസ്രയേലുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കും. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇസ്രയേലുമായി യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് അയൽ രാജ്യമാണ്, സമാധാനത്തോടെ ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്നാൽ ഇസ്രയേലുമായി സമാധാനത്തിൽ യോർദാൻ ജീവിക്കുന്നത് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് 1951 ജൂലൈ 20 ഈ അബ്ദുള്ള ഹുസൈൻ രാജാവ് വെടിയേറ്റ് മരിച്ചു. അദ്ദേഹം, ഞാൻ പറഞ്ഞ ഡേറ്റ് 1951 ജൂലൈ 20 പഴയ യെരുശലേം നഗരത്തിലെ അൽ അക്സ മോസ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു അറബ് പലസ്തീൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തിന് ശേഷം മകനായ തലാൽ അധികാരത്തിലെത്തി. തലാലിന് ശേഷം ഹുസൈൻ രാജാവ് അധികാരത്തിൽ വന്നു. ഇത് മറ്റൊരു ഹുസൈൻ രാജാവാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഇത് മറ്റൊരു ഹുസൈൻ രാജാവാണ് എന്ന് പ്രത്യേകം ഓർക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞ യോർദാൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ പേര് അബ്ദുള്ള ബിൻ അൽ ഹുസൈൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേരും ഹുസൈൻ എന്ന് തന്നെ ആയിരുന്നു. എന്നാൽ പലസ്തീനിലെ അറബ് തീവ്രവാദികൾ യോർദാനെ അംഗീകരിച്ചില്ല. അവർ 1964 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1947 യുണൈറ്റഡ് നേഷൻസിൻ്റെ പദ്ധതി പ്രകാരം യെരുശലേം നഗരം ഒരു അന്തർദേശീയ പ്രദേശമായി തുടരേണ്ടതാണ്. എന്നാൽ ഇസ്രായേൽ യോർദാൻ കരാർ അനുസരിച്ച് യെരുശലേം നഗരം കിഴക്കും പടിഞ്ഞാറുമായി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതിൽ കിഴക്ക് ഭാഗം യുണൈറ്റഡ് നേഷൻസിൻ്റെ പദ്ധതി പ്രകാരമുള്ള അറബ് രാജ്യം ഒരിക്കലും നിലവിൽ വന്നതുമില്ല. എന്നാൽ ഇസ്രായേൽ യോർദാൻ കരാർ അനുസരിച്ച് യെരുശലേം നഗരം കിഴക്കും പടിഞ്ഞാറുമായിട്ട് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. യുണൈറ്റഡ് നേഷൻസിൻ്റെ പദ്ധതി പ്രകാരമുള്ള ഒരു പ്രത്യേകമായ അറബ് രാജ്യം ഒരിക്കലും നിലവിൽ വന്നതുമില്ല. 1948 ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ പലസ്തീൻ എന്ന പേര് പഴയ ചരിത്രത്തിൻ്റെ ഭാഗമായി. കാരണം ആ രാജ്യത്തിൻ്റെ പേര് തന്നെ ഇസ്രായേൽ എന്നായിട്ട് മാറി പലസ്തീൻ എന്ന പേര് ഉപയോഗിക്കാതെ വന്നു. എന്നാൽ 1964 ഈജിപ്റ്റ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ വീണ്ടും പലസ്തീൻ എന്നുള്ള പേര് അവർ ഉപയോഗിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം 1948 മുതൽ 1964 വരെ പലസ്തീൻ എന്ന പേര് പോലും ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. 1964 ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത്. അപ്പോൾ വീണ്ടും പലസ്തീൻ എന്ന പേര് ഉപയോഗിക്കപ്പെടുവാനായിട്ട് തുടങ്ങി. 1970-കളോടെ പലസ്തീൻ എന്ന പേര് അറബ് ജനതയെ സൂചിപ്പിക്കുന്ന ഒരു പേരായിട്ട് അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. 1950-കളിലും 1960-കളിലും അറബ് രാജ്യങ്ങൾ സിറിയ,
ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ അടുത്ത സമയത്തായിട്ടും ഗാസയിൽ നിന്നും ഇസ്രയേൽ നേരെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് 1950കളിൽ തുടങ്ങിയതാണ് ഈ ആക്രമണം. 1950ൽ പലസ്തീൻ അഭയാർത്ഥികൾ ഇസ്രയേലിൻ്റെ അതിർത്തി കടക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു വലിയ കലാപം ഉടലെടുത്തു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1967ൽ വീണ്ടും അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, കാരണം നമ്മൾ വെസ്റ്റ് ബാങ്കിൻ്റെ ചരിത്രം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. 1967ലെ യുദ്ധം ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും, മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ ജനതയെ ലോകത്തു നിന്നും തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനേകം അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ചെയ്ത യുദ്ധം ആണ്. ഈ യുദ്ധത്തിൽ 6 ദിവസം കൊണ്ടാണ് യുദ്ധം നടന്നത്. ഈ 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ അവർക്കെതിരായി വന്ന എല്ലാ അറബ് രാജ്യങ്ങളെയും തോൽപ്പിച്ചു. ഇതാണ് 6 days വാർ, അല്ലെങ്കിൽ 6 ദിവസത്തെ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഗോലാൻ, സീനായ്, ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നീ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുത്തു. എന്നാൽ യുദ്ധത്തിന് ശേഷം യോർദാൻ, സിറിയ, ഈജിപ്റ്റ് എന്നിവരുമായി ഇസ്രയേൽ സമാധാനത്തിലെത്തുകയും ചില സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. യുദ്ധത്തിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയും കിഴക്കൻ യെരുശലേം ഒഴികെയുള്ള പ്രദേശങ്ങളിൽ പട്ടാള നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഭൂപ്രദേശത്തെ ഇസ്രയേലിൽ യഹൂദ്യ ശമരിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായിട്ടും ഇസ്രയേലിനോട് ചേർത്തില്ല. അവർ പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ വെസ്റ്റ് ബാങ്കിനെ ആക്കുക മാത്രമേ അവരെ ചെയ്തുള്ളൂ. കിഴക്കൻ യെരുശലേം വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗമാണ് എന്ന് അറബ് രാജ്യങ്ങൾ അവകാശപ്പെടുന്നു. എങ്കിലും ഇസ്രയേൽ അതിനെ സ്വന്തം രാജ്യത്തോടെ ചേർത്തു. അവിടെ ഇസ്രയേൽ പൗരത്വം, നിയമം, പൊതുഭരണം എന്നിവ അവർ സ്ഥാപിച്ചു. ഇതിന് ശേഷം ഏകദേശം 10 വർഷത്തോളം യാതൊരു എതിർപ്പും പലസ്തീൻ ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. വളരെ സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി പലസ്തീൻ ജനങ്ങളും ഇസ്രയേലും കഴിഞ്ഞുകൂടി. 1949 മുതൽ 1988 വരെ യോർദാൻ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തിന് മേൽ അവകാശം ഉന്നയിച്ചിരുന്നു. എന്നാൽ 1988ൽ യോർദാൻ്റെ ഹുസൈൻ രാജാവ് വെസ്റ്റ് ബാങ്കിൻ്റെ മേലുള്ള എല്ലാ ഭരണപരമായ അധികാരങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച് അതിനെ സ്വതന്ത്രമായി വിട്ടുകൊടുത്തു. എന്നാൽ 1970കളിലും 1980കളിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിയ കുടിയേറ്റം വർദ്ധിച്ചു വന്നു. അപ്പോൾ അതിനെതിരെ പലസ്തീൻകാർ പ്രക്ഷോഭം ശക്തമാക്കി. 1948 മുതൽ 1967 വരെ തുടർന്ന ഇസ്രയേൽ അറാബ് യുദ്ധം കാരണം അനേക പലസ്തീൻ ജനങ്ങൾ ആ പ്രദേശം ഉപേക്ഷിച്ച് പോയിരുന്നു. ഇത് സുദീർഘമായ യുദ്ധം നമ്മൾ ആദ്യം കണ്ടല്ലോ. 1948 മുതൽ 1967 വരെ ഇപ്പോൾ ഉള്ള യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ യുദ്ധങ്ങളുടെയൊക്കെ കാരണം പലസ്തീൻ പ്രദേശത്തു നിന്നും അനേകം അറാബ് വംശജർ ആ ദേശം വിട്ട് പോയിരുന്നു. അവിടെയെല്ലാം ഇസ്രയേലിലെ കുടിയേറ്റം അവർ സ്ഥാപിച്ചു. 1979 മുതൽ 1983 വരെ ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിരുന്ന മെനാച്ചം ബെഗിൻ്റെ കാലത്ത് ഇസ്രയേലി കുടിയേറ്റം കൂടുതൽ വ്യാപകമായി. ഇസ്രയേൽ ജനത കൈവശം വെച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരം ഇസ്രയേലിന് വേണമെന്ന് അവർ അവകാശപ്പെടുവാനായിട്ട് തുടങ്ങി. ഇത് വെസ്റ്റ് ബാങ്കിൻ്റെ ഏകദേശം 30 മുതൽ 70% വരെയുള്ള പ്രദേശമായിരുന്നു. ഇവിടെ സ്വതന്ത്രമായ ഒരു ഭരണ പ്രദേശമായി അംഗീകരിച്ചാൽ ആ പ്രദേശം ക്രമേണ ഇസ്രയേലിനോട് ഔദ്യോഗികമായി കൂട്ടിച്ചേർക്കുമെന്ന് പലസ്തീൻകാർ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അന്നു മുതൽ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. 1973 വീണ്ടും സിറിയയും ഈജിപ്തും ഇസ്രയേലിനെ അവർ വിശുദ്ധ ദിവസമായ പാപപരിഹാര പെരുന്നാളിൻ്റെ അവസരത്തിൽ ആക്രമിച്ചു. നമുക്കറിയാവുന്ന പോലെ അവരുടെ പാപപരിഹാര പെരുന്നാളിൻ്റെ അവസരത്തിൽ അവർ സാമാന്യമായ വേലകളൊന്നും ചെയ്യുകയില്ല, തിരിച്ച് യുദ്ധം ചെയ്യുവാനായി പോകുകയില്ല. ഇത് മനസ്സിലാക്കിയ അവർ 1973 ഈജിപ്തും സിറിയയും കൂടെ ചേർന്ന് ഇസ്രയേലിനെ ആക്രമിച്ചു. ഇസ്രയേലിനെ തോൽപ്പിക്കാം, ഇല്ലാതെയാക്കാം, തുടച്ചു നീക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ഇവിടെയും ഇസ്രയേൽ യുദ്ധത്തിൽ ജയിച്ചു, ശത്രുക്കളെ തോൽപ്പിച്ചു. 1970കളിലും 1980കളിലും വെസ്റ്റ് ബാങ്കിൻ്റെ മേലുള്ള ഇസ്രയേലിൻ്റെ ഭരണപരമായ അവകാശം പരിഹരിക്കപ്പെടാതെ തന്നെ കിടന്നു.
ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്ന അനിവാര്യമാണ് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചു. മാത്രമല്ല ഇസ്രായേലി കുടിയേറ്റത്തെ ഉപേക്ഷിക്കുവാനും ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് കഴിയത്തില്ല. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അനേക സ്ഥലങ്ങളിൽ അനേക ഇസ്രായേലി കുടിയേറ്റങ്ങളുണ്ട്. അതിനെ ഉപേക്ഷിച്ച് കളയുവാൻ ഇസ്രായേലിയർക്ക് കഴിയത്തില്ല. ഒപ്പം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലുമായി ഒരു കരാറിൽ എത്തിച്ചേരുവാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് സംഘർഷം തുടർന്നുകൊണ്ടേയിരുന്നു. 1988 വരെ PLO ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിച്ചില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ മധ്യസ്ഥതയിൽ 1978 സെപ്റ്റംബർ 17 ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ഒപ്പിട്ട കരാറാണ് ക്യാമ്പ് ഡേവിഡ് സമാധാന ഒത്തുതീർപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഈ കരാറ് പ്രകാരം വെസ്റ്റ് ബാങ്കിൽ ഒരു സ്വതന്ത്ര ഭരണകൂടം നിലവിൽ വരേണ്ടതാണ്. എന്നാൽ അത് പ്രാവർത്തികം ആയില്ല. എങ്കിലും ഈ കരാർ പ്രകാരം സീനായി പർവ്വത പ്രദേശത്തിന്മേലുള്ള എല്ലാ അവകാശങ്ങളും ഇസ്രായേൽ ഈജിപ്തിന് വിട്ടുകൊടുത്തു. അത് പൂർണ്ണമായിട്ടും ഈജിപ്തിൻ്റെ അധീനതയിലേക്ക് വിട്ടുകൊടുത്തു. 1993 PLOയുമായി ഇസ്രായേൽ രഹസ്യമായ ചർച്ചകൾ നടത്തി. വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ പ്രദേശങ്ങളെ ക്രമേണ ഒരു പലസ്തീൻ സ്വയംഭരണ പ്രദേശമാക്കി മാറ്റാമെന്നതായിരുന്നു ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കരാർ. ഈ കരാർ സെപ്റ്റംബറിൽ അവരെ ഒപ്പിട്ടു. 1993 സെപ്റ്റംബറിൽ അവർ ഒപ്പിട്ടു. അങ്ങനെ 1994 ഇസ്രായേൽ പട്ടാളം യെരിഹോ പട്ടണത്തിൽ നിന്നും പിൻവാങ്ങി. 1995 ഇസ്രായേൽ യോർദാനുമായും സമാധാന കരാറിൽ വീണ്ടും എത്തിച്ചേർന്നു. ഇസ്രായേലിൻ്റെ ഒരു പൊതുവായിട്ടുള്ള നയം, ഇവിടെയെല്ലാം ഇസ്രായേലിയർ മുന്നോട്ട് വെച്ച പൊതുവായിട്ടുള്ള നയം എന്ന് പറയുന്നത് സമാധാനത്തിനായി ഭൂമി എന്നതാണ്. അത് ഇസ്രായേലിന് സമാധാനം നൽകിയാൽ ഞങ്ങൾ ഭൂമി വിട്ടുതരാൻ തയ്യാറാണ്, സമാധാനത്തിനായിട്ട് ഭൂമി നൽകാം എന്നതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നയം. ഞങ്ങൾക്ക് സമാധാനം വേണം, ഭൂമി വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് വിട്ടുതരാമെന്നാണ് പറഞ്ഞത്. ഈ തത്വപ്രകാരമാണ് പലസ്തീനുമായിട്ടുള്ള ചർച്ച നടന്നതും അത് തുടർന്നതും. ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നീ പ്രദേശങ്ങൾ, പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം എന്നിവയായിരുന്നു ഈ ചർച്ചയിലെ എല്ലാ മുഖ്യ വിഷയങ്ങളെന്ന് പറയുന്നത്. 2000 ഇസ്രയേൽ, ലെബനോൻ, ഗാസ എന്നിവിടങ്ങളിൽ നിന്നും 2005 വെസ്റ്റ് ബാങ്കിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായിട്ടും പിൻവാങ്ങി. അവർ സൈന്യത്തെയും പിൻവലിച്ചു. എന്നാൽ ഈ സ്ഥലങ്ങളിൽ നിന്നും പലസ്തീൻ തീവ്രവാദികൾ തുടർച്ചയായി ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ഖേദകരമായ ഒരു സത്യം. 2000 ആയപ്പോഴേക്കും പലസ്തീൻ അതോറിറ്റി എന്ന ഭരണ സംവിധാനം വെസ്റ്റ് ബാങ്കിൻ്റെ 5ൽ 1 ഭാഗത്തിൽ താഴെയുള്ള പ്രദേശത്ത് പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചു. പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് അറബ് വംശജരുടെ ഒരു ഭരണ സംവിധാനമാണ്. ബാക്കി ഭാഗത്ത് ഇസ്രയേൽ കുടിയേറ്റം തുടർന്നു. ഇതിൽ ചില ഭാഗങ്ങളിൽ പലസ്തീൻ അതോറിറ്റിയും ഇസ്രയേൽ കുടിയേറ്റക്കാരും ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി ഭരണ സംവിധാനവും ഉണ്ടായി. ഇനി നമുക്ക് പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. ആ ചരിത്രം നമ്മൾ ആരംഭിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതും യാസർ അറാഫത്ത് എന്ന് പറയുന്ന അറബ് നേതാവിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ്. 1950കളിൽ യാസർ അറാഫത്ത് ഫത്താഹ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അവർ പലസ്തീനിലെ പ്രബല ശക്തിയായിട്ട് മാറി. എന്നാൽ അവർ 2006 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 2006 ഹമാസ് എന്ന് പറയുന്ന കൂടുതൽ തീവ്രമായ ചിന്തകളുള്ള ഒരു അറബി വിഭാഗം യാസർ അറാഫത്തിൻ്റെ ഫത്താഹ് എന്ന് പറയുന്ന പാർട്ടിയെ തോൽപ്പിച്ചു. ഹമാസിൻ്റെ തീവ്ര സ്വഭാവം കാരണം ഹമാസിനെ ഇസ്രയേൽ അംഗീകരിച്ചില്ല. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങളും അവരുടെ തീവ്ര സ്വഭാവം കാരണം ഹമാസിനെ ഇന്നും അംഗീകരിച്ചിട്ടില്ല. അവർക്ക് ഗാസയിൽ വളരെയധികം ഭൂരിപക്ഷമുണ്ടായി. ഗാസ പ്രദേശത്ത് അവർ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഗാസയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 2007 ഗാസ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദ വിഭാഗത്തിൻ്റെ കൈവശം വരുന്ന ഗാസ പ്രദേശങ്ങളിൽ അക്രമം വർദ്ധിക്കുന്നതിനാൽ കൂട്ടുകക്ഷി ഭരണ സംവിധാനം പരാജയപ്പെട്ടുപോയി. അങ്ങനെ പലസ്തീൻ അതോറിറ്റി എന്ന ഭരണ സംവിധാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന മഹ്മൂദ് അബ്ബാസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും അദ്ദേഹം ഫത്താഹിന്
യാസർ അറാഫത്തിൻ്റെ ഫത്താഹിന് അനുകൂലമായ ഒരു അടിയന്തര മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. ഇത് ഫത്താഹും ഹമാസും തമ്മിലുള്ള ഭിന്നത കുറച്ചുകൂടെ രൂക്ഷമാകുവാൻ ഇടയാക്കി. ഫത്താഹിൻ്റെ നിയന്ത്രണത്തിൽ വെസ്റ്റ് ബാങ്കും ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഗാസ പ്രദേശവും ആയി. ഇസ്രയേലും മറ്റ് അന്തർദേശീയ രാജ്യങ്ങളും സമൂഹങ്ങളും വെസ്റ്റ് ബാങ്കിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നു. അവർ ഫത്താഹിനും മഹ്മൂദ് അബ്ബാസിനും പിന്തുണ നൽകി ഗാസയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ഹമാസ് ഭരിക്കുന്ന ഗാസ പ്രദേശം ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടു. ഇതിനുശേഷവും ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുവാനായി ഫത്താഹ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ കുടിയേറ്റം വെസ്റ്റ് ബാങ്കിൽ വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന് വെളിയിലുള്ള പലസ്തീൻ പ്രദേശത്ത് താമസിക്കുന്ന അറബ് വംശജർ അവിടെ ജനിച്ചു വളർന്നവരാണ്. അതിനാൽ അവർക്ക് അത് ജന്മദേശമാണ്. അവർ അനേകം വർഷങ്ങൾക്ക് മുമ്പേ ആ ദേശത്ത് വന്നവരാണ്. അവരുടെ പിതാക്കന്മാർ ആ ദേശത്ത് താമസിച്ചവരാണ്. പിതാക്കന്മാർ ആ ദേശം കൈവശം വെച്ചിരുന്നവരാണ്. പിതാക്കന്മാർ ആ ദേശത്ത് ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് പലസ്തീൻ പ്രദേശം അവരുടെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് അവരുടെ ആവശ്യം. പലസ്തീൻ ഭരണകൂടവും യുണൈറ്റഡ് നേഷൻസും വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ പ്രദേശങ്ങളെ ഇസ്രായേൽ കുടിയേറ്റ പ്രദേശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അമേരിക്കയ്ക്ക് പൊതുവെ ജനറലി വെസ്റ്റ് ബാങ്ക്, ഗാസ എന്ന് പറഞ്ഞ പ്രദേശം ഇസ്രായേലിലെ കുടിയേറ്റ പ്രദേശമാണ് എന്ന അഭിപ്രായമാണ് ഉള്ളതെങ്കിലും അതിൽ കർശനമായ ഒരു അഭിപ്രായം അവർ രൂപീകരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ ജനതയ്ക്കും ഇസ്രായേൽ ജനതയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഈ ഗാസ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ഒരു തർക്കഭൂമിയാണ്. അത് പരമ്പരാഗതമായി ഇസ്രായേലിൻ്റെ വാക്തത്വ ദേശമാണ്. ഇസ്രായേലിൻ്റെ കിഴക്കൻ അതിരുകൾ ഒരു കരാറിലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ വാദം. ഈജിപ്തുമായി 1978 ഉണ്ടാക്കിയ ക്യാമ്പ് ഡേവിഡ് ഒത്തുതീർപ്പ് പ്രകാരവും 1994 യോർദാൻ കരാർ പ്രകാരവും പിന്നീട് 1993 1995 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി ഉണ്ടാക്കിയ ഓസ്ലോ അക്കോർഡ് പ്രകാരവും പലസ്തീനുമായി ഇസ്രായേൽ സ്ഥിരമായ ഒരു ഒത്തുതീർപ്പിൽ എത്തുമ്പോൾ മാത്രമേ അതിരുകൾ നിശ്ചയിക്കപ്പെടുകയുള്ളൂ. ഇതാണ് ഇസ്രായേലിയുടെ വാദം. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ അവകാശം പലസ്തീൻ ചോദ്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പലസ്തീൻകാർക്ക് ആ ദേശത്തോടുള്ള ആഭിമുഖ്യം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. 1948 ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ വെസ്റ്റ് ബാങ്കിലെ കെഫാർ എറ്റ്സിയോൺ എന്ന പ്രദേശം ഇസ്രായേൽ ജനം താമസിച്ചിരുന്ന പ്രദേശമാണ്. വെസ്റ്റ് ബാങ്കിലെ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കെഫാർ എറ്റ്സിയോൺ. അവിടെ 1948 ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇസ്രായേൽ ജനം താമസിച്ചിരുന്നു. എന്നാൽ 1967 മെയ് മാസത്തിൽ യുദ്ധമുണ്ടായപ്പോൾ ആ കാലഘട്ടമായപ്പോഴേക്കും അവിടെ ഇസ്രായേൽ കുടിയേറ്റം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു ചരിത്ര വസ്തുത. അവിടെ 10 ലക്ഷം അറബ് പലസ്തീനികൾ ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്നു. അവർ കഴിഞ്ഞ 20 വർഷങ്ങളായി യോർദാൻ്റെ യോർദാൻ രാജാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. യോർദാൻ ആ സ്ഥലം പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി വിട്ടുകൊടുത്തപ്പോഴാണ് അവർക്ക് ആ സ്ഥലത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായത്. എന്നാൽ 1967 ഇസ്രായേൽ അറാബ് യുദ്ധത്തിൽ യോർദാൻ്റെ കയ്യിൽ നിന്നും വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ പിടിച്ചെടുത്തു. അത് നമ്മൾ മുമ്പ് കണ്ട ഒരു ചരിത്ര സത്യമാണ്. അതിനുശേഷം ഇസ്രായേൽ പൗരന്മാർ വെസ്റ്റ് ബാങ്കിലേക്ക് കുടിയേറുവാനായിട്ട് തുടങ്ങി. 1968 മോഷെ ലെവിൻഗർ എന്ന ഒരു യഹൂദ റബിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ കൂട്ടം യഹൂദന്മാർ ഹെബ്രോൻ എന്ന സ്ഥലത്ത് കുടിയേറി താമസിച്ചു. ഇതൊരു വലിയ ചരിത്ര സംഭവമാണ്. പിന്നീട് കൂടുതൽ പേർ ആ സ്ഥലത്തേക്ക് കുടിയേറി താമസിച്ചു, അവരോടൊപ്പം തന്നെ ചേർന്നു. ഇപ്പോൾ ആ സ്ഥലത്തെ 4.5 ലക്ഷത്തോളം ഇസ്രയേലിയർ താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ 4.5 ലക്ഷത്തോളം ഇസ്രയേൽ താമസിക്കുന്നതായി ഔദ്യോഗികമായ കണക്കുണ്ട്. അനൗദ്യോഗികമായി അത് കൂടുതൽ ആളുകൾ താമസിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയം ഇല്ല. അവർ വെസ്റ്റ് ബാങ്കിലെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 15% വരും. കൂടാതെ പലസ്തീൻ വംശക്കാരവിടെ താമസിക്കുന്നുണ്ട്. അവർ 30 ലക്ഷം പേരുണ്ട്. അവർ ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശത്താണ് താമസിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന പലസ്തീൻകാർ ഭൂരിപക്ഷവും
നമ്മൾ പറഞ്ഞതുപോലെ അവർ മുസ്ലിം വിശ്വാസികളാണ്, അവരവിടെ ജനിച്ചു വളർന്നവരാണ്, അവരുടെ പിതാക്കന്മാർ അവരുടെ ജനിച്ചു വളർന്നവരാണ്, അവരുടെ പിതാക്കന്മാർ കൃഷി ചെയ്ത് ജീവിച്ച ഭൂമിയാണത്. അതുകൊണ്ടാണ് അത് അവരുടെ സ്വന്തം ഭൂമിയാണെന്ന് അവർ പറയുന്നത്, അവകാശപ്പെടുന്നത്. അവരുടെ സ്വന്തം ഭൂമി അവർക്ക് വേണം എന്നാണ് അവരുടെ വാദം. ചില തീവ്ര സ്വഭാവമുള്ള ഇസ്രായേൽ കുടിയേറ്റക്കാരിൽ നിന്നും പലസ്തീൻകാർക്ക് പലപ്പോഴും പരുക്കൻ അനുഭവവും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ വിശാലമായ റോഡുകൾ ഇസ്രായേൽ ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുണ്ട്, വെസ്റ്റ് ബാങ്കിൽ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഈ റോഡുകളെല്ലാം ഇസ്രയേലുമായി ബന്ധപ്പെടുന്ന റോഡുകളായതുകൊണ്ട് പലസ്തീൻകാർക്ക് അതിലൂടെ യാത്ര ചെയ്യുവാൻ അനുവാദമില്ല. പലസ്തീൻകാർ തീവ്രവാദ പ്രവർത്തനത്തിന് ഇസ്രയേലിലേക്ക് പ്രവേശിക്കുമോ എന്നതാണ് ഇസ്രയേലിയർ ഭയപ്പെടുന്ന വിഷയം. അവിടെയുള്ള പലസ്തീൻകാരെയും ഇസ്രയേലിനെയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇസ്രയേലിലെ സൈന്യം അവിടെ ആയിരിക്കുന്നത്. എങ്കിലും അത് പലപ്പോഴും ഫലസ്തീൻകാർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം അവർക്ക് സ്വതന്ത്ര ദേശമായി ലഭിക്കണമെന്ന് അവരെ ആഗ്രഹിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇസ്രയേലിയർ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് മേൽ ഇത്രയും വലിയ അവകാശം ഉന്നയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഈ സ്ഥലത്തെ ഇഷ്ടപ്പെടുന്നത്? കുറേ കാരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യങ്ങളുടെ ഒരു ആവർത്തനം മാത്രമേ ഇനി എനിക്ക് പറയുവാനുള്ളൂ. എങ്കിലും ഞാനതൊന്നുകൂടെ ചുരുക്കമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ വേദോസം പറയുന്നതനുസരിച്ച് ഇസ്രയേൽ യഹൂദന്മാരുടെ പിതൃദേശമാണ്. വെസ്റ്റ് ബാങ്ക് അബ്രഹാം പിതാവിലൂടെ അവർക്ക് വാഗ്ദത്തമായി ലഭിച്ച ദേശമാണ് എന്നവർ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകളായി അവരുടെ പൂർവ്വപിതാക്കന്മാർ കൈവശം വെച്ച് അനുഭവിച്ച് താമസിച്ചിരുന്ന അവരുടെ സ്വന്തം ദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്നാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല, തീവ്ര സ്വഭാവമുള്ള യഹൂദന്മാരെ സംബന്ധിച്ചോളം വെസ്റ്റ് ബാങ്ക് തിരികെ ലഭിക്കണം എങ്കിൽ മാത്രമേ അവരുടെ മശിക, അവർ പ്രതീക്ഷിക്കുന്ന, അവരുടെ വിമോചകനായിരിക്കുന്ന മശിക വരികയുള്ളൂ എന്ന് ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അവർ വെസ്റ്റ് ബാങ്കിനെ പഴയ പേരായ യഹൂദിയ, ശമരിയ എന്ന പേരുകളാണ് വിളിക്കുന്നത്. അവരെന്നെ വെസ്റ്റ് ബാങ്ക് എന്നോ പലസ്തീൻ എന്നോ അവരെ വിളിക്കുന്നില്ല. അവിടെ പോയി താമസിക്കുന്നത് തന്നെ അവരെ മശിഹയുടെ വരവിനെ വേഗത്തിലാക്കുമെന്നാണ് തീവ്ര സ്വഭാവമുള്ള യഹൂദന്മാരുടെ വിശ്വാസം. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന എല്ലാ യഹൂദന്മാരും തീവ്ര സ്വഭാവമുള്ളവരാണ് നമ്മൾ ചിന്തിക്കരുത്. അതിൽ 4-ൽ 1 വിഭാഗം മാത്രമേ തീവ്ര സ്വഭാവമുള്ളവരായിട്ടുള്ളൂ. അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷം പേരും അവിടെ താമസിക്കുന്നത് ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതുകൊണ്ടാണ്. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാർക്ക് ഇസ്രായേൽ ഗവൺമെൻറ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ ജീവിക്കാനുള്ള ചിലവ് വളരെയധികം കുറവാണ്. ഇതുകൊണ്ടാണ് അനേക കുടിയേറ്റക്കാർ അവിടെ താമസിക്കുന്നത്. അവിടെ മതേതര സ്വഭാവമുള്ള അനേക യഹൂദന്മാർ താമസിക്കുന്നുണ്ട്. അവർ പ്രത്യേകിച്ചും 1990-കളിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും തിരിച്ച് സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വന്ന യഹൂദന്മാർ ആണ്. ഇസ്രയേലും പലസ്തീനും യെരുശലേമിനെ അവരുടെ രാജ്യ തലസ്ഥാനമായിട്ടാണ് കാണുന്നത്. ഇസ്രയേലിൻ്റെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും അവിടെയുണ്ട്. 1995-ൽ തന്നെ അമേരിക്കൻ ജനപ്രതിനിധി സഭയായ കോൺഗ്രസ് ഇസ്രയേലിലെ അമേരിക്കൻ എംബസി യെരുശലേമിലേക്ക് മാറ്റുവാനായിട്ട് തീരുമാനിച്ചതാണ്. 1995-ൽ ഇസ്രയേലിലെ അമേരിക്കൻ എംബസി യെരുശലേമിലേക്ക് മാറ്റുവാൻ അമേരിക്കൻ കോൺഗ്രസ്സിന് തീരുമാനമെടുത്തിരുന്നു. എങ്കിലും അത് വലിയ കലാപത്തിനിടയാക്കും, മറ്റ് രാജ്യങ്ങളുടെ എതിർപ്പുകൾക്കിടയാക്കുമെന്ന് ഭയന്നതിനാൽ അവർ ആ തീരുമാനം നടപ്പിലാക്കാതെ മാറ്റിവെച്ചു. എന്നാൽ 2017 ഡിസംബർ 6 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഈ തീരുമാനം നടപ്പിലാക്കി. അദ്ദേഹം യെരുശലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തി. എന്ന് മാത്രമല്ല, ടെൽ അവീവിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ എംബസി യെരുശലേമിലേക്ക് മാറ്റുവാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ 2018 മെയ് മാസം 14 ഇസ്രയേലിൻ്റെ 70ാമത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അമേരിക്കൻ എംബസി യെരുശലേമിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇതൊരു വലിയ ചരിത്ര സംഭവം ആണ്. 2019 മാർച്ച് മാസം 25 ഗോലാൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന സ്ഥലം ഇസ്രായേലിൻ്റെ സർവാധികാരം ഉള്ള സ്ഥലമാണ്, അവരുടെ സർവാധികാരത്തിൽപ്പെടുന്ന സ്ഥലമാണ് എന്ന് അമേരിക്ക അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കി. എന്നാൽ ഈ അമേരിക്കയുടെ ഈ തീരുമാനത്തെ മറ്റ് ലോകരാജ്യങ്ങളിൽ അധികവും ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ മറ്റു ലോകരാജ്യങ്ങളും അമേരിക്കയുടെ പിന്നാലെ ഈ ഗോലാൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന് മേൽ ഇസ്രയേലിനുള്ള അവകാശത്തെ അംഗീകരിക്കുമായിരിക്കണം. എന്നാൽ UN ഇപ്പോഴും യെരുശലേം പട്ടണത്തെ ഒരു അന്തർദേശീയ പട്ടണമായിട്ടാണ് കാണുന്നത്.
മറിച്ചൊരു തീരുമാനം UN എടുത്തിട്ടില്ല. 2020 ഓഗസ്റ്റ് മാസം 13 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ UAE കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുവാനുള്ള നീക്കം ഇസ്രായേൽ ഉപേക്ഷിക്കും എന്നതാണ്. ഇതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിച്ചത് തന്നെ. എങ്കിലും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റം തുടരുക തന്നെ ചെയ്യുകയാണ്, ഭാവിയിലും തുടരുക തന്നെ ചെയ്യും. ഭാവിയിലും ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്കിലേക്കുള്ള യഹൂദ കുടിയേറ്റം വർദ്ധിച്ചു വരുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ പഠനം അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഗാസ പട്ടണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കാരണം ഗാസയിൽ നിന്നാണ് ഇസ്രായേലിന് ഇപ്പോൾ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗാസ പ്രദേശത്ത് കൂടി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഗാസ മുനമ്പിൻ്റെയും വെസ്റ്റ് ബാങ്കിൻ്റെയും ഭാവിയാണ് ഇസ്രായേൽ പലസ്തീൻ ചർച്ചകളിലെ പ്രധാനപ്പെട്ട വിഷയം. ഗാസ മുനമ്പിൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമുണ്ടാകാതെ മധ്യപൂർവ്വദേശത്തിലെ തർക്കങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുകയില്ല. ഗാസ മുനമ്പ് മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കേ തീരത്തും ഇസ്രായേൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുമുള്ള ഒരു പ്രദേശമാണ്. ഇത് ഇപ്പോൾ ഒരു പലസ്തീൻ സ്വയംഭരണ പ്രദേശമാണ്. ഇതിന് തെക്ക് പടിഞ്ഞാറ് 11 കിലോമീറ്ററോളം ഈജിപ്തും കിഴക്കും വടക്കും 51 കിലോമീറ്ററോളം ഇസ്രായേലും ആണ്. 1967 വരെ ഗാസ പട്ടണം ഈജിപ്തുകാർ നിയന്ത്രിച്ചിരുന്നു. 1967 യുദ്ധത്തിലാണ് ഇസ്രായേൽ ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഓസ്ലോ അക്കോർഡ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും ഉണ്ടായിട്ടുള്ള ഒരു കരാറാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് 1993 ഈ കരാറുണ്ടായത്. ആ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിലെ എരിഹോ എന്ന പട്ടണങ്ങളുടെ ഭരണം പലസ്തീന് ലഭിക്കുവാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ കരാർ 1994 മെയ് മാസം നിലവിൽ വന്നു. തുടർന്ന് അവിടുത്തെ ഭരണം പലസ്തീൻ നാഷണൽ അതോറിറ്റി എന്ന സംവിധാനത്തിന് കീഴിലായി. അവിടെ തലസ്ഥാനമായിട്ട് മാറി. യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ അവിടം പലസ്തീൻ്റെ താൽക്കാലിക ഭരണ തലസ്ഥാനമായിട്ട് മാറി. 1996 പലസ്തീൻ നാഷണൽ കൗൺസിലിൻ്റെ പ്രഥമ യോഗം അവിടെ നിർമ്മിച്ച പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന കെട്ടിടത്തിൽ വെച്ച് കൂടി. 2005 വരെ ഗാസ പട്ടണം ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. കാരണം അവിടെ ഇസ്രായേൽ കുടിയേറ്റക്കാർ താമസിച്ചിരുന്നു. എന്നാൽ 2005 ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൻ്റെ കാലത്ത് ഇസ്രായേൽ സൈന്യം ഗാസ പട്ടണത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറി. അതിന്മേലുള്ള എല്ലാ അവകാശവാദങ്ങളും അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. പലസ്തീനുമായി സമാധാനത്തിലെത്തുക എന്നതായിരുന്നു അവിടെ ലക്ഷ്യം. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ ഊരിത്തിരിഞ്ഞു വന്നപ്പോൾ ഗാസ പട്ടണം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ കീഴിലായിട്ട് മാറി. ഹമാസും ഇസ്രായേലും തമ്മിൽ യാതൊരുവിധ സന്ധി സംഭാഷണങ്ങളോ അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കരാറുകളോ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് ആ പ്രദേശം ഇന്നും ഇസ്രായേലിന് ഒരു ഭീഷണിയായിട്ട് തുടരുന്നു. ഇന്ന് ഗാസ ഹമാസിൻ്റെ കീഴിലുള്ള ഒരു സ്വതന്ത്രമായ ഭരണ പ്രദേശം ആണ്. നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. വിദേശ സാമ്രാജ്യങ്ങളുടെ ആക്രമണവും ഭരണവും പ്രവാസ ജീവിതവും യഹൂദന്മാരുടെ കഴിഞ്ഞകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും യഹൂദന്മാർ അവരുടെ മതത്തെയും സംസ്കാരത്തെയും ഭാഷയെയും യാതൊരു കേടും കൂടാതെ കാത്തു സൂക്ഷിച്ചു. അതൊരു അത്ഭുതകരമായ വിഷയമാണ്, അത്ഭുതകരമായ പ്രവൃത്തിയാണ് എന്നത് നമ്മൾ കാണുവാനായിട്ട് ഇടയായി. യഹൂദന്മാർ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും, എത്രമാത്രം മറ്റു രാജ്യങ്ങളിലേക്ക് അവർ ആട്ടി ഓടിക്കപ്പെട്ടാലും, അവർ ഓടിപ്പോയാലും അവർക്ക് പിന്നീടൊരു അവസരം കിട്ടുമ്പോൾ അവർ സ്വന്തം ദേശത്തേക്ക് തിരികെ വരും. മാത്രമല്ല, അവർ വിദേശ രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ള അനേക വർഷങ്ങളും നൂറ്റാണ്ടുകളുണ്ട്. ഈ നൂറ്റാണ്ടുകൾ മറ്റു രാജ്യങ്ങളിൽ പല വിധത്തിലുള്ള പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിച്ചുകൊണ്ട് താമസിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ വിശ്വാസം, അവരുടെ മതം, അവരുടെ ഭാഷ, അവരുടെ സംസ്കാരം ഇതിനെ അവർ മറന്നിട്ടില്ല. അതിനെ അവർ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്തു. ഇന്നും നിലനിൽക്കുന്ന പുരാതനമായ സംസ്കാരങ്ങളിൽ ഏക സംസ്കാരമാണ് യഹൂദ സംസ്കാരം എന്ന് പറയുന്നത്. ഇന്നും നിലനിൽക്കുന്ന പുരാതനമായ മതങ്ങളിൽ ഏക മതമാണ് യഹൂദ മതം എന്നത്.
യഹൂദന്മാരെ കൂടാതെ നമ്മൾ പറഞ്ഞതുപോലെ അറബ്, മുസ്ലിം, ക്രിസ്ത്യൻ എന്നിവരും ഇസ്രയേലിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ വിവേചനങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അവിടെ അനുഭവിക്കേണ്ടി വരുന്നില്ല. അവിടെ സമാധാനം നിറഞ്ഞ, സ്വസ്ഥത നിറഞ്ഞ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. ഇസ്രയേലിൻ്റെ ആഗ്രഹം അയൽക്കാരുമായി സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു ഇസ്രയേൽ ഉണ്ടാകണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇസ്രയേലിൻ്റെ ഈ തർക്കത്തെക്കുറിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ സമീപനം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. ലോകത്തിലെമ്പാടുമുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്തീയ വിശ്വാസികൾ ഇസ്രയേലിൻ്റെ സമാധാനത്തിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസമനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇസ്രായേലിൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനവുമായി അവരുടെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കപ്പെടണം, അത് വിശാലമാകപ്പെടണം, അവിടെ സമാധാനം ഉണ്ടാകണമെന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി സമാധാനത്തിലായിരിക്കുന്ന ഇസ്രായേൽ ഉണ്ടാകണമെന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്തീയ വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ അഭിപ്രായത്തിൽ വെസ്റ്റ് ബാങ്ക് എന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗമായ യഹൂദിയ, ശമരിയ എന്നീ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗമാണ്, ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിനെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വിശ്വാസികൾ അധിനിവേശമെന്നോ കുടിയേറ്റമെന്നോ കൂട്ടിച്ചേർക്കലെന്നോ വിളിക്കാറില്ല. അത് ഇസ്രായേലിൻ്റെ ഭാഗമായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ജോൺ ഹാഗി എന്ന് പറയുന്ന ദൈവദാസൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക ആസ്ഥാനമായി ഒരു പ്രസ്ഥാനം ഇസ്രായേലിന് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്ത കാലത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയ യഹൂദന്മാർ തിരിച്ച് അവരുടെ സ്വന്തം ദേശത്തേക്ക് എത്തിക്കുക, ആ സ്വന്തം ദേശത്ത് സമാധാനമായി താമസിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ഫോർ ഇസ്രായേൽ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ സ്ഥാപകനും ഇതിനെ മുന്നോട്ട് നയിക്കുന്നതും ജോൺ ഹാഗി എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു ദൈവദാസൻ ആണ്. ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ പ്രദേശങ്ങളും ഇത് ഇസ്രായേലിൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇസ്രായേലിന് തിരികെ ലഭിക്കുന്ന ഒരു കാലം വരുമെന്ന് തന്നെയാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസം. എന്നാൽ നിർബന്ധമായി മറ്റ് പ്രദേശങ്ങളെ യുദ്ധം ചെയ്ത് ആക്രമിച്ച് പിടിച്ചെടുത്ത് കൂട്ടിച്ചേർക്കുന്നതിനോട് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വിശ്വാസികൾ അത്രമാത്രം യോജിക്കുന്നില്ല. കാരണം അവരുടെ അഭിപ്രായത്തിൽ കൂടുതൽ വലിയ ഇസ്രായേലിനേക്കാളും നല്ലത് കൂടുതൽ സമാധാനമുള്ള ഇസ്രായേലാണ്. മൊത്ത ദേശങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്ത ദേശങ്ങൾ മുഴുവൻ ഇസ്രായേലിന് മടക്കി ലഭിക്കണം എന്നവർ ആഗ്രഹിക്കുകയും അതവർക്ക് മടക്കി ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇവാഞ്ചലിക്കൽ വിശ്വാസികൾ പറയുന്നു, യുദ്ധം ചെയ്ത് നിർബന്ധിച്ചും കൂട്ടിച്ചേർക്കേണ്ട, അതിനേക്കാളും നല്ലത് സമാധാനപരമായി ജീവിക്കുന്ന ഇസ്രായേലാണ്. വലിയ ഇസ്രായേലിനേക്കാളും നല്ലത് വലിയ സമാധാനത്തോടെ ജീവിക്കുന്ന, വലിയ സുരക്ഷിതത്തോടെ ജീവിക്കുന്ന ഇസ്രായേൽ ആണ്. അവസാനമായി ഞാൻ വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു വാചകം വായിച്ചുകൊണ്ട് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കാം. മാർക്ക് ട്വെയിൻ എന്നാണ് ഈ നോവലിസ്റ്റിൻ്റെ പേര്, എഴുത്തുകാരൻ്റെ പേര്. അദ്ദേഹം ഒരു അമേരിക്കൻ സാഹിത്യകാരനാണ്. 1898 മാർച്ചിൽ ഹാർപ്പേഡ് മാഗസിനിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ തലവാചകം ഇങ്ങനെയാണ്, യഹൂദന്മാരെക്കുറിച്ച് എന്നാണ്. അതാണ് അതിൻ്റെ ഹെഡിങ്, അതിൻ്റെ തലവാചകം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയൊരു വാചകം, അതിൻ്റെ സ്വതന്ത്രമായ ഒരു പരിഭാഷ, അതിലൊരു സംഗ്രഹം ആണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. പദാനുപദമായ പരിഭാഷ അല്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രീക്കുകാരും റോമക്കാരും പോയി, മറ്റു ചില ആളുകളും എഴുന്നേറ്റു, അവരുടെ വിളക്ക് കുറേ നേരത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. എന്നാൽ അത് കെട്ടുപോയി. യഹൂദന്മാർ അതെല്ലാം കണ്ടു, അവർ അതിനെയെല്ലാം അതിജീവിച്ചു. യഹൂദന്മാർ ഒഴികെ മറ്റെല്ലാം നശ്വരമാണ്, മറ്റെല്ലാ ശക്തികളും നീങ്ങിപ്പോയി, യഹൂദന്മാർ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്താണ് അവരുടെ അനശ്വരതയ്ക്ക് കാരണം? അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം വീണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ പഠനം അവസാനിപ്പിക്കുന്നു. എന്താണ് യഹൂദന്മാരുടെ അനശ്വരതയ്ക്ക് കാരണം? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.